ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു മെഴുക്കുവരട്ടിയും മോരുകറിയാണ് മെയിനായിട്ട്. അപ്പോൾ ചക്കക്കുരു മെഴുക്കുവരട്ടി ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് മെയിനായിട്ട് നമുക്ക് മോരുകറിയുടെയാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരു ക്ലീൻ ചെയ്യുകയാണ്, പിന്നെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ മെഴുക്കുവരട്ടി ആക്കിയതാണ്. ഇതത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് മോരുകറിയാണ് മെയിനായിട്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. മോരുകറിക്ക് തേങ്ങ, പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ വരുന്നത് പച്ചമുളക്, നല്ല ജീരകം ആവശ്യത്തിന് ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം കട്ടത്തൈര് നമ്മൾ ചെറുതായിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് തെറിച്ച് പോവും. പിന്നെ മാങ്ങയാണ് കുക്കറിലുള്ളത്. പിന്നെ വരുന്നത് ഇത് കണ്ടോ, കട്ടത്തൈര് ഇട്ടതിന് ശേഷം സെപ്പറേറ്റ് നമ്മൾ വലിയ ജാറിലേക്ക് എടുത്തിട്ട് കട്ടത്തൈര് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണതാണ്. പിന്നെ വരുന്നത് കുക്കറിൽ മാങ്ങ വേവിക്കാൻ വെച്ചല്ലോ, അപ്പോൾ അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ വരുന്നത് ഇത് കണ്ടോ, ആ അരച്ച് വെച്ച അരപ്പ് നമ്മുടെ ഈ മാങ്ങയിലേക്ക് ഇട്ടിട്ട് വേവിച്ച് വെച്ച മാങ്ങയും കൂടി ഇട്ട്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നല്ലോണം ഇളക്കിയിട്ട് ഇതുപോലെ വേവിക്കാനായിട്ട് വെക്കുക. ഇതാണോ, ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ശർക്കര കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം നല്ല തിള വരണം. പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ വലിയ ജാറിലേക്ക് കട്ടത്തൈര് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല തിള വരണം. കുറുകി നല്ല രീതിക്ക് വരുമ്പോഴാണ് മോരുകറി സെറ്റായിട്ട് വരുള്ളൂ. പിന്നെ താളിക്കാനായിട്ടാണ് വെക്കുന്നത്. കണ്ടോ, ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക. കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ കേട്ടോ നല്ലത്. ആവശ്യത്തിന് ഇടുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വരുന്ന വേപ്പില, കൊല്ലമുളക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ താളിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോരുകറി റെഡിയായി. കണ്ടോ, ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ വരുന്ന പപ്പടമാണ്. സൈഡായിട്ട് നമ്മൾ പപ്പടം ഒന്ന് കാച്ചിയെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ചോറിന് നല്ല മോരുകറിയും ചക്കക്കുരു മെഴുക്കുവരട്ടിയും പപ്പടവും നല്ല ടേസ്റ്റാണ് കേട്ടോ. മോരുകറി, ചക്കക്കുരുവും പപ്പടമൊക്കെ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും. കണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.